മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി ഈ കാന്താരി, ഇത് കാന്താരി മുളവാണ്. കാന്താരി മുളവിൻ്റെ പരിചരണ രീതികളാണ് ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കെല്ലാം സുപരിചിതമാണ് കാന്താരി മുളക്. കാന്താരി മുളക് ഇന്ന് വ്യത്യസ്ത നിറങ്ങളിലും വലിപ്പത്തിലും ഒക്കെ ഉള്ള വിത്തുകൾ കിട്ടും. ഇത് തനി നാടൻ പച്ച കാന്താരി മുളകാണ്. നമ്മുടെ നാടുകളിലൊക്കെ പണ്ട് കാലം മുതലേ എല്ലാ വീട്ടുകാരും നട്ടുപിടിപ്പിക്കുമായിരുന്നു. കാരണം നിത്യഭക്ഷണത്തിൽ ഈ കാന്താരി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒട്ടനവധി രോഗങ്ങൾ നമുക്കുണ്ടാവത്തില്ല. പ്രത്യേകിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഈ കൊളസ്ട്രോൾ ഇല്ലാതാക്കാൻ, ശരീരത്തിലെ കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ പറ്റുന്ന ഒരു മുളകാണ് ഈ കാന്താരി മുളകെന്ന് വെച്ചാൽ. അപ്പം നീള കാന്താരിയാണ്. ഇതിന് വിപണിയിലൊക്കെ നല്ല വിലയുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എവിടെ വേണമെങ്കിലും വളരും. റബ്ബറും തോട്ടത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഇത് നമുക്ക് നട്ടുവളർത്താൻ സാധിക്കും. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് ഇതൊക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി അറിയാനോ ഒരുപക്ഷെ അറിവുണ്ടെങ്കിൽ തന്നെയും ഇതൊന്ന് പരിചരിക്കാനോ ഒന്നും ആർക്കും കഴിയാത്ത, അല്ലെങ്കിൽ അതിനുള്ള സമയമോ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഫലമായിട്ടാണ് ഇതിൻ്റെയൊക്കെ നമ്മൾ ഉപയോഗം കുറയ്ക്കുന്നു. തൽഫലമായിട്ട് നമുക്ക് അസുഖങ്ങൾ വിടുന്നു. പിന്നെ ഇതൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കഴിയുന്നുണ്ട്. ഈ കാന്താരിയുടെ സത്ത്, അതിൽ കാന്താരി പ്ലസ്, ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. എങ്കിലും എന്തു തന്നെ വാങ്ങിച്ചാലും നമ്മൾ കൃഷി ചെയ്ത് അത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മികച്ച ഗുണമേന്മ നമ്മൾ വാങ്ങിക്കുന്നതിന് കിട്ടത്തില്ല എന്നുള്ളത് സത്യമാണ്. ആ സാഹചര്യത്തിൽ നമുക്ക് ഒരു സിമെൻറ്റ് ചാക്ക്, ഇത് സിമെൻറ്റ് ചാക്കിലാണ്, സിമെൻറ്റ് ചാക്കിൽ ഈ കാന്താരി മുളക് നമുക്ക് വളർത്തിയെടുക്കാം. ഒരു മൂട് കാന്താരി ഒരു വീട്ടിൽ ആവശ്യമുള്ളൂ. ഒരു മൂട് കാന്താരി ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ച് നാൾ നിൽക്കും. ഒരു 1-2-3 കൊല്ലമൊക്കെ നമുക്കത് വളർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം അങ്ങനെ ചെയ്യേണ്ട വളങ്ങളും ഒക്കെയാണ് ഇന്ന് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് നോക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ചിലവ് കുറഞ്ഞ രീതിയിലൂടെ ഒരാൾക്ക് പരാജയം കൂടാതെ ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികൾ, കൃഷി അറിവുകൾ, കൃഷി കാഴ്ചകൾ, പ്രത്യേകിച്ച് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത സുഗന്ധ വ്യഞ്ജന വിളകളും കിഴങ്ങ് വർഗ്ഗ വിളകളും അതുപോലെ മുളക് വർഗ്ഗ വിളകളും ഒക്കെയാണ് ഞാൻ ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് അറിവുകൾ പങ്കുവെക്കുന്നത്. ഈ അറിവുകൾ ശേഖരിക്കണമെന്നും ശേഖരിക്കുന്ന അറിവുകൾ സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കണമെന്നും ഞാൻ എല്ലാ പ്രിയ സുഹൃത്തുക്കളോടും അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുമെങ്കിലും നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നാളിതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഈ കാന്താരി നട്ടിട്ട് ഇപ്പോൾ ഏതാണ്ട് 1 മാസമേ ആയുള്ളൂ. നമുക്കറിയാം, ഇതിപ്പോൾ 1 മാസം കൊണ്ട് തന്നെ ഇത് പൂത്തു. ഇതിന് തൈയാണ് ഞാൻ നട്ടത്. 1 മാസം കൊണ്ട് തന്നെ ഇതിന് പൂ കിട്ടു. അപ്പം നട്ടപ്പോഴും ഞാൻ എല്ലുപൊടിയൊക്കെ ഇട്ടാണ് നട്ടത്. ഇപ്പം രണ്ടാമത്തെ വളം ഞാൻ എന്താണ് ചെയ്യുന്നത് നോക്കാം. അപ്പം ഈ മുളക് വർഗ്ഗ വിളകൾക്ക് അത്യാവശ്യം എന്ന് വെച്ചാൽ വെള്ളമാണ്. ഇഷ്ടംപോലെ വെള്ളം അതിനകത്ത് വേണം. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ചാരം അഥവാ വെണ്ണീർ ഒരു കാരണവശാലും ഈ മുളകിന് നമ്മൾ ഇട്ട് കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മുളകിന് മുരടിപ്പ് എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചാരം ഇട്ട് കൊടുത്താൽ. ചാരം ഇടേണ്ട കാര്യമില്ല. പകരം നമ്മളെ പച്ചിലകളില്ലയോ, നമ്മുടെ പരിസരത്ത് വയ്ക്കുന്ന പച്ചിലകൾ, ഇത് ധാരാളമായിട്ട് കൊണ്ടിട്ടാൽ മതി. അപ്പോൾ അതിനാവശ്യമുള്ള ഫോസ്ഫറസ് അതിനകത്തുനിന്ന് ഉൾക്കൊണ്ടുവരും. പിന്നെ എല്ലുപൊടി ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. വേറൊന്നും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ കുരുടപ്പം വല്ലതും വരുവാണെങ്കിൽ സൂഡാമോണസ് ലൈനി തളിച്ചു കൊടുക്കാം, കഞ്ഞിവെള്ളം തളിച്ചു കൊടുക്കാം. ഇത്രയൊക്കെ ചെയ്താൽ മതി. വലിയ പരിചരണമൊന്നും ആവശ്യമില്ല. പറയത്തക്ക കീടബാധകളും ഒന്നും ഇതിന് വരാറില്ല. അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് നട്ടപ്പോൾ കുറച്ച് കരിയിലേക്ക് ഇട്ടുന്നു. അതൊക്കെ ഞാൻ വാരി കളഞ്ഞു, ചുവടൊക്കെ ചെറുതായിട്ട് ഇളക്കി. ഇനിയിപ്പോൾ ഞാൻ ഇടാൻ പോകുന്ന നോക്കിയാട്ടെ. ഇത് സ്റ്റെറാമിൽ എന്ന് പറയുമ്പോൾ നല്ല കമ്പനിയുടെ സ്റ്റെറാമിലാണ്. എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത, അതായത് യോജിപ്പിച്ച സ്റ്റെറാമിൽ. ഇത് ഒറ്റ കൈയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒറ്റ കൈ ഞാൻ ചുവട്ടിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നമുക്കറിയാം, അതിനകത്ത് ഞാൻ ഇട്ട വളത്തിനകത്ത് വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അല്പം വേപ്പിൻ പിണ്ണാക്ക് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഇതിനകത്ത് ഈ എന്തെങ്കിലും ദോഷപ്പെട്ട വിരകളോ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോകുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഈ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വസ്തു പരിമിതമായിട്ടുള്ളവർക്ക് സിമെൻറ്റ് ചാക്കിലും ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലൊക്കെ നമുക്കിത് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. പിന്നെ ഒക്കുന്നെങ്കിൽ മഴ പെയ്യാത്ത ദിവസങ്ങളിൽ ഒരു നേരം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഈ വളത്തിൻ്റെ മുകളിൽ നമ്മളൊരല്പം മണ്ണിട്ട് കൊടുക്കണം. അത് അത്യാവശ്യമാണ്. കാരണം ചാക്കിനകത്ത് അങ്ങനെ മണ്ണ് കൂടുതൽ ഇളക്കാനൊക്കത്തില്ല. മണ്ണ് കൂടുതൽ ഇളക്കി അങ്ങനെ വേരുകൾക്ക് ഉടം വരും. അതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ നമ്മൾ ഇളക്കിയതിന് ശേഷം അല്പം മണ്ണ് ഇട്ട് കൊടുക്കുകയാണ്. മണ്ണിട്ട് കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പച്ച പുല്ല് അല്ലെങ്കിൽ ചീമക്കൊന്നയുടെ പോലെയൊക്കെ പച്ച ഇലകളാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട്
ഈ ചീമക്കൊന്നയുടെ ഇല അഴുകിയതാണ്, പച്ചില അഴുകിയതാണ്. ഞാൻ ഇതാണ് വെച്ചു കൊടുക്കുന്നത്. കാരണം ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് മണ്ണിലങ്ങ് ലയിച്ച് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ഇത് വെച്ച് കൊടുക്കാൻ തുടങ്ങുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ചീമക്കൊന്ന ഇലയല്ല, ചീമക്കൊന്ന ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ചീമപ്ലാവാണ്, ചീമപ്ലാവ്. അപ്പോൾ ഈ ചീമപ്ലാവിൻ്റെ ഇലയാണ് ഇത് ചീമപ്ലാവിൻ്റെ ഇല കോതിയിട്ട്, അത് ഒരു കമ്പ് മുറിച്ച് കളഞ്ഞപ്പോൾ അതിൻ്റെ ഇല കോതി ഇട്ടിട്ട് ഇത് അരികതാണ്. അപ്പം ഇതും ചീമക്കൊന്നയുടെ ഇലയൊക്കെ പെട്ടെന്ന് മണ്ണിൽ ലയിച്ച് ചേരുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിതിപ്പം ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് കിട്ടാനില്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട. ഏതെങ്കിലും പോച്ചകൾ ഇട്ട് കൊടുത്താൽ പിന്നെ ഉപ്പില അഥവാ വട്ടയില, അത് വളരെ നല്ലതാണ്. അത് നമ്മൾ ഇതേപോലെ കുറച്ച് എടുത്ത് 1-2 ദിവസം വെയിലത്തിട്ടെങ്കിൽ അത് ഭംഗിയായിട്ട് അങ്ങ് വാടുന്നുണ്ടെ ഇങ്ങനെ മടക്കി നമുക്ക് ഈ ചാക്കിനകത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ചട്ടിയിലോ ഡ്രമ്മിലോ അപ്പോൾ അതുപോലെ തന്നെ ഗ്രോ ബാഗിലോ ഒക്കെ ഇത് നട്ടുപിടിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതൊരു സത്യമാണ്. അങ്ങനെ നമുക്ക് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന, വളരെ ലളിതമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ തരത്തിലുള്ള മുളക് വർഗ്ഗങ്ങളൊക്കെ നമുക്കൊന്ന് സംരക്ഷിക്കണം. അല്പസമയം മാത്രം മതി, വലിയ മുതൽ മുടക്കോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. അതിലൂടെ നമുക്ക് വൻ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതേപോലെ ഒരു 10 മൂട് വച്ച് പിടിപ്പിക്കാമെങ്കിൽ നല്ലൊരു വരുമാന മാർഗവും. ഇതിന് വിപണിയിൽ ഈ മുളകിന് നല്ല വിലയാണ്. ഒട്ടനവധി മരുന്നുകൾ ഇതിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കറി വെക്കുന്ന മിക്ക കറികൾക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. വെളുത്തുള്ളിയും ഈ കാന്താരി മുളകും ഉപ്പും ഒക്കെ ചേർത്ത് അരയ്ക്കുന്ന ആ ചമ്മന്തി, അത് സ്വാദിഷ്ടമായ ആ ഒരു ചമ്മന്തിയാണ്. അതുപോലെ തന്നെ തേനിനകത്ത് ഈ കാന്താരി മുളക് ഇട്ട് വച്ചിരുന്നു അത് തേൻ കാന്താരിയായിട്ട് നമുക്ക് കുടിക്കാൻ സാധിക്കും. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളാണ്. അച്ചാറിൽ കാന്താരി തന്നെ അച്ചാറിടാം. അതുപോലെ തന്നെ മാങ്ങായും നാരങ്ങയും ഒക്കെ അച്ചാറിടുമ്പോൾ അതിനകത്ത് ധാരാളമായിട്ട് നമുക്ക് ചേർക്കാൻ സാധിക്കും. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പച്ചക്കറി വിളയാണ് ഈ കാന്താരി. പ്രിയ സുഹൃത്തുക്കൾ, ഇതെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കണം. നഴ്സറികളിൽ ഇതിൻ്റെ വിവിധ ഇനങ്ങളിൽപ്പെട്ട വിത്തുകൾ, തൈകൾ ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതുവരെ കാന്താരിയെപ്പറ്റി ഉള്ള വിവരണങ്ങൾ കേട്ടുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.